വലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയ സഹോദരങ്ങളെ, വളരെ വിശദമായി പറയേണ്ട ഒരു സംഗതി വളരെ ചുരുക്കി വിവരിക്കുകയാണ്. എന്തെന്ന് വെച്ചാൽ, നബിദിനം ആഘോഷിക്കുന്ന ഈ സമയത്ത് ഇവിടെ ഹാലിലായി ചില പാർട്ടികളുണ്ട്. ഒന്ന് യുക്തിവാദികൾ തന്നെ. അവർക്കിപ്പോൾ ഇവിടെ റസൂലുള്ളാഹിനെ ഇവിടെ അറിയണമെന്നോ, അവരെ റസൂലുള്ള ഒരു മാനസിക രോഗിയായിരുന്നു എന്നും, റസൂലുള്ള ഒരു എന്താപ്പോൾ എൻ്റെ തൊള്ളോട് പറയാൻ പറ്റില്ല, അങ്ങനത്തെ രൂപത്തിലുള്ള ആളായിരുന്നു എന്നും, ഇത്ര കല്യാണം കഴിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എല്ലാവർക്കും ഊഹിച്ചറിയുന്നത്. എങ്ങനെ ഇവരെ ഇത് വിശദീകരിക്കുമ്പോൾ ഇവിടെയുള്ള വഹാബി പ്രസ്ഥാനം ഇവിടെ റസൂലുള്ള ഒരു സാധാരണ മനുഷ്യനായിരുന്നു, നബിനെ അവിടെ അറിയപ്പെടരുത്, നബിനെ ഏറ്റവും സ്മരിക്കുന്ന മാസമായതുകൊണ്ട് അവർക്ക് ഭയങ്കര ഇളകിയിരിക്കാം. അപ്പോൾ ഇത് പരിഹാസവും പുച്ഛവും മാത്രം പറയുന്ന ചില ബ്ലോഗർമാരുണ്ട്. മറ്റേ അമീറിനെ പോലെ, അമീർ ഒതുക്കുങ്ങൽ, ഇങ്ങനത്തെ ആൾക്കാർ. ഇവിടെ എന്താണെന്ന് വെച്ചാൽ, മൊത്തത്തിൽ ഇവിടെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞത് സമസ്തൻ്റെ മേലും സുന്നികളുടെ മേലും വെച്ച് കിട്ടും. ഇപ്പോൾ കുരുവട്ടൂരികൾ പറഞ്ഞതും എന്നപോലെ അവരെ പോലത്തെ ആളുകൾ മുദബ്ബിറുൽ വിഷയത്തിലും മറ്റൊക്കെ പറഞ്ഞത് സുന്നികളുടെ മേൽ വലിച്ചു കിട്ടിയിട്ട് ഇവിടെ മൊത്തത്തിൽ ആക്ഷേപിക്കുന്ന, രസകരമായിട്ടാണ് ആക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവരും കേൾക്കാൻ വേണ്ടിയിട്ട്. അങ്ങോട്ടോട് തെറി പറയണ ഇബിലീസിന് തെറി നല്ല ഇഷ്ടമാണല്ലോ. അപ്പോൾ ഇബിലീസിൻ്റെ ഭാഷ കടമെടുത്ത് കണ്ട് ചൂതാസുകളെ, പോത്തുകളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആക്ഷേപിക്കുന്നൊരു ചങ്ങനെയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, റസൂലുള്ളാഹിൻ്റെ മദ്ഹ് ഇത് മാത്രമല്ല, ഈ നന്മ മാത്രമല്ല. ഇവർ വഹാബികളെ പറ്റി നമ്മൾ മൊത്തത്തിൽ ചിന്തിച്ചാൽ നന്മ മടക്കികളെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം നബിയും സഹാബത്തും ചെയ്തത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ ജനങ്ങളെ അവിടെ എന്താക്കിയാണ്, ഒരു കുടത്തിലെ ഭൂതത്തിനെ പോലെ അവിടെ എന്താക്കിയാണ് മൂടി കെട്ടിയേക്കുക. ഇപ്പോൾ ഒരു മൗലവി പറയുന്നിട്ട് നിസ്കാരത്തിൻ്റെ ശേഷമുള്ള പ്രാർത്ഥനയെ പറ്റി, കൂട്ടുപ്രാർത്ഥന ഏതായാലും അവർക്ക് പാടില്ല, എന്നാൽ നിസ്കാരത്തിൽ കൈ പൊന്തിക്കാൻ പാടുണ്ടോ? ഇത് ഇബ്നു തൈമിയ്യ അൽബാനി തമ്മിൽ അങ്ങോട്ട് ടൈപ്പ് റൈറ്റേഴ്സാണ്. എന്നപോലെ ബിസ്മി അല്ലണ വിഷയത്തിൽ ബിസ്മില്ലാഹി എന്ന് പറഞ്ഞാൽ മതിയോ? അവരങ്ങോട്ട് ടൈപ്പ് റൈറ്റേഴ്സാണ്. എന്നിട്ട് ഈ ടൈപ്പ് റൈറ്റേഴ്സുകൾ നമ്മളവരോട് പറയുമ്പോൾ എന്താണ്, ഇമാമികളുടെ ഇടയിൽ ടൈപ്പ് റൈറ്റേഴ്സ് അല്ലേ? ഷാഫി ഇമാം ഒതു മുറി എന്ന് പറഞ്ഞത് അനഫികൾക്ക് ഒതു ഇല്ല എന്നും ഷാഫികൾക്ക് ഒതുവും ആകുന്നത് എങ്ങനെ? ഇങ്ങനത്തെ ടൈപ്പ് റൈറ്റേഴ്സാണെന്ന് അവർ നമ്മളോട് വാദിക്കുക. എന്നാൽ ഇമാമികളുടെ ഇടയിലുള്ള അഭിപ്രായ വ്യത്യാസം, അതിനെപ്പറ്റി നബി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇഖ്തിലാഫുൽ അഇമ്മ റഹ്മത്തുൽ ലിൽ ഉമ്മ. അത് ഗവേഷണയോഗ്യരാണ്. അവർ ഗവേഷണം ചെയ്തെടുക്കുന്നതിൽ അവർക്ക് കണ്ട അഭിപ്രായങ്ങൾ അവർക്ക് പറയാതിനനുസരിച്ച് അവർക്ക് അമൽ ചെയ്യാം, അവരെ അംഗീകരിക്കുന്നവർക്കും അമൽ ചെയ്യും. ഇതുപോലെയല്ല വഹാബി മതം. വഹാബികൾ ഇവിടെ എന്താ പറയുന്നത്, നബിൻ്റെ എന്തൊക്കെ നന്മ ഉണ്ട് അതൊക്കെ ഇവിടെ മുടക്കുക ചെയ്യണത്. ഇപ്പോൾ ഞാൻ ഈ നബിനോട് ഒരിക്കൽ സഹാബ ഒരാൾ ചോദിച്ചു, നബിയെ ഇന്നല്ലാഹു മലായികത്തു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമൂ തസ്ലീമാ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഖുർആനിൽ. അതിൽ മലക്കുകളും സലാത്ത് ചെല്ലുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങളും സലാത്ത് ചെല്ലുക എന്നതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളിച്ചുകൊണ്ട് നബിയോട് ചോദിച്ചു, നിങ്ങളുടെ മേലെ സലാത്ത് ചെല്ലണമെന്ന് അള്ളാഹ് ആഹ്വാനം ചെയ്തിട്ട് എത്രയാണ് ചെല്ലേണ്ടതെന്ന് ചോദിച്ചു. എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗം ഞാനതിന് വിനിയോഗിച്ചോലോ എന്ന് ചോദിച്ചപ്പോൾ റസൂൽ പറഞ്ഞു, ഫൈൻ സിത്ത ഫഹുവ ഖൈറുൽ ലക, അതിനേക്കാൾ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ അതാണ് എനിക്ക് ഏറ്റവും നല്ലത് എന്ന്. അപ്പോൾ രണ്ടാമത് ചോദിച്ചു, എൻ്റെ ജീവിതത്തിലെ പകുതി ഭാഗം സലാത്തിന് വിനിയോഗിച്ചാലോ? അപ്പം നബി പറഞ്ഞു, ഫൈൻ സിത്ത ഫഹുവ ഖൈറുൽ ലക. പിന്നെ സഹാബി ചോദിച്ചെന്താണ് അറിയാം, എൻ്റെ ജീവിതത്തിലെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് എന്ത് ചെയ്യുക, ഞാൻ സലാത്തിന് വിനിയോഗിച്ചോളോ എന്ന് ചോദിച്ചപ്പോഴാണ് റസൂൽ എനിക്ക് മതി എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് ഔക്കമാക്കാൽ നമ്മളിങ്ങനെ പറയാൻ കാരണം, നമ്മൾ എത്ര മുമ്പ് പഠിച്ച ഹദീസുകൾ ഓർമ്മയിൽ നിന്ന് എടുത്ത് പറയുകയാണ്. എൻ്റെ ചാനലിൻ്റെ പേരെന്നെ ഓർമ്മക്കുറിപ്പുകളിലൂടെ എന്നാണല്ലോ. അപ്പോൾ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ തിരുത്തും. അത് ഹദീസ് നോക്കി തന്നെ തിരുത്താൻ എനിക്ക് കഴിയാനുള്ള ഗ്രന്ഥങ്ങളൊക്കെ നമ്മുടെ വീട്ടിലുണ്ട്. അപ്പോൾ ഇത്രയും സലാത്ത് ചെല്ലാന്ന്, ജീവിതത്തിൻ്റെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് മുഴുവനും സലാത്ത് ചെല്ലാന്ന് റസൂലുള്ള പഠിപ്പിച്ചതുകൂടെ നമുക്ക് മനസ്സിലായി. നമുക്ക് എപ്പോഴും സലാത്ത് ചെല്ലാം, അത് പുതിയതായിട്ട് ഉണ്ടാക്കലല്ല. നിസ്കാരത്തിൻ്റെ ശേഷം ഒരാൾ നമ്മൾ സലാത്ത് ചെല്ലി 100 സലാത്ത് ചെല്ലി, അല്ലെ 1000 സലാത്ത് ചെല്ലി. അപ്പോൾ ഒരു ഉസ്താദ് പറഞ്ഞു, നമുക്ക് ഏതായാലും നബി സലാത്ത് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, എല്ലാവരും പാടെ കൂടി ഇരുന്നാണ്ട് ഇന്ന് മുതൽ 1000 സലാത്താണ്ട് ചെല്ലാം നിസ്കാരത്തിൻ്റെ ശേഷം. അത് പാടില്ല, കാരണം ബിദഅത്താണ് എന്ന്. കാരണം എന്താ, നബി അങ്ങനെ ചെയ്തിട്ടില്ല, സാബിത്ത് ചെയ്തിട്ടില്ല അവർ പറയാം. പക്ഷേ പ്രമാണബദ്ധമായതാണോ, അതാണ് ഇവിടെ നോക്കേണ്ടത്. ഇവിടെ ഏത് ബിദഅത്ത് എന്ന് പറഞ്ഞാൽ നബിൻ്റെ സാബിത്തിൻ്റെ കാലത്ത് ഇല്ലാത്ത കാര്യങ്ങളെന്നാണ്. അത് പ്രമാണങ്ങളോട് യോജിച്ചതാവണം. പ്രമാണങ്ങൾക്ക് എതിരായതാണെങ്കിൽ പറ്റില്ല. പ്രമാണങ്ങളോട് യോജിച്ചത് അതൊക്കെ എന്ത് സലാത്ത് ഇല്ല എന്ന് റസൂലുള്ള പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ജീവിതത്തിലുള്ള അത്യാവശ്യ സമയങ്ങളൊക്കെ കഴിച്ച് സലാത്തിന് വിനിയോഗിക്കണമെന്ന് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ എണ്ണം കണക്കാക്കി എത്രയും ചെല്ലാമെന്ന്. അപ്പോൾ ഈ ബാലപാഠം വഹാബികൾക്കറിയില്ല, സുന്നികൾക്കും ചില ആൾക്കാർക്കൊന്നും അറിയില്ല. ആ വഹാബി അറിയണതിനാണ് നേരെന്ന് വിചാരിക്കും.
അപ്പോൾ ഇതും കൂടി ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ അമീറിനെ പോലത്തവരൊക്കെ ഓനിതൊന്നും അറിയട്ടില്ല, മരപ്പൊട്ടനാണ്, ഓനൊരു സുന്നികളെ കള്ളന്മ പോയി ഈ മറ്റേ സിയമിനെ മാനസിക രോഗിയും പിരാന്തനും ഇങ്ങനെയൊക്കെ അവൻ്റെ പ്രയോഗം, അതിൻ്റെ തൊള്ളതുകൊണ്ട് അങ്ങനത്തെ ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ഇവനെ പോലത്തവർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയണത്. ഇത് അവരിലേക്ക് എത്തിക്കണം. അത് നബി ഇങ്ങനെ സ്ഥലത്തെല്ലാം പറഞ്ഞിട്ട് അവസാനം ഇവരെന്ത് ചെയ്യാനാണ് ഈ ഒരു ഹദീസ് എടുത്ത് പറയണമെങ്കിൽ അതൊക്കെ ലൈഫാണ് ബലഹീനമാണ്. അപ്പോൾ ഇവർക്ക് ലൈഫല്ലാത്ത ഇവർക്ക് സ്വന്തമാണ് കിട്ടല. ബുഖാരിയിൽ 40ഓളം ഹദീസ് ഞാൻ ലൈഫാക്കിയില്ലെന്ന് അബ്ദുസ്സലാം സുല്ലമി ഇവരെ വലിയ നേതാവ് ചോദിച്ചത്. 40ഓളം ഹദീസ് ഞാൻ ബുഖാരിയിൽ ലൈഫാക്കിയിട്ട് എനിക്കെന്തേ പറ്റിയതെന്ന് മുമ്പ് സഖത്തുൽ ഉസ്താദിൻ്റെ ഒരു സഖത്തുൽ ഉസ്താദിനോട് ചോദിച്ചു. ഈ ഫത്താവ് നുസ്രത്തുൽ അലാമിന് വായിച്ചതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. 4 മദ്ഹബും സ്വീകരിക്കാതെ ഇവിടെ ജീവിച്ചുകൂടെ എന്നൊരു ചോദ്യം. അപ്പോൾ രസകരമായിട്ട് മുമ്പ് പറഞ്ഞത് 4 മദ്ഹബും അനുസരിച്ച് ജീവിച്ചില്ലെങ്കിൽ വെടിയൊക്കെ ഒന്നുമില്ല എന്ന്. പക്ഷേ ദീനിൻ്റെ നിയമമാകൂല എന്നപ്പോൾ പറഞ്ഞതിൻ്റെ ഉദ്ദേശം ആ ബുദ്ധിയുള്ളവർക്ക് തിരിയും. എന്നപോലെ മുപ്പരോട് ഒരു രസകരമായ ചോദ്യം ചോദിച്ചിന്, സ്ത്രീകൾക്ക് പൗഡർ ഇട്ട് റോട്ടിൽ കൂടെ നടക്കാൻ പറ്റുമോ, പൗഡർ ഇടാൻ പറ്റുമോ എന്ന് ചോദിച്ചിന്. അപ്പോൾ മുപ്പര് ഇങ്ങനെ രസകരമായിട്ട് പറയുന്ന മറുപടി പറയുന്ന ഒരു മഹാപണ്ഡിതനായിരുന്നു അദ്ദേഹം. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് തരാം, പൗഡർ ഇടാം, എങ്ങനെ ഇടാം, നല്ല കട്ടിയിലിടണം, കട്ടിയിലിട്ടിട്ട് തൊലിൻ്റെ നിറം കാണാത്ത രൂപത്തിൽ കട്ടിയിലിടണമെന്ന്. ഇതൊക്കെ നമ്മൾ ഉസ്താദിൽ നിന്ന് നേരിട്ട് കേട്ട സംഭവങ്ങൾ കേട്ടോ. എന്നതുപോലെ ഞാൻ പറഞ്ഞു വന്നതേ, നബിൻ്റെ മേൽ എത്ര മതവും എത്ര സ്ഥലത്തും ചെല്ലിയാലും മതിയാകൂല. അത് ഒരു സമയം നിർണ്ണയിച്ച് ഇന്ന സമയത്ത് കുറേ ആൾക്കാർ കൂടി നിന്ന് ചെല്ലിയാൽ ബിദഅത്ത്, അല്ലെങ്കിൽ ബിദഅത്തല്ല എന്നൊന്നും വരില്ല. ഈ നബി ഇപ്പോൾ കൽപ്പിച്ചോ അത് ചെയ്യുക, അത് എങ്ങനെയും ചെയ്യുക, കൂടിയും ചെയ്യുക, അല്ലാതും ചെയ്യുക, ഒക്കെ ചെയ്യാം. ഇപ്പോൾ ഇവരുടെ വ്യത്യാസം എന്താണ്? നിസ്കാരത്തിൻ്റെ ശേഷം ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുമ്പോൾ കൈ ഉയർത്തണ്ടേ? ഒരു പറഞ്ഞു ഉയർത്തണം, ചിലർ ഉയർത്തണ്ട, ചിലർ പറഞ്ഞു നീ ചപ്പാട് പോകണം. ഒക്കെ ഒരാളാണ് പറയണത്. ഒരു സംഭവത്തിൽ കേട്ടാണ് ഞാനത്. ഒക്കെ ഒരാളാണ് പറയണത്. ഞങ്ങൾ പറയണതിന് എന്താണ്? നിസ്കരിച്ചാടാണ് നീച്ച് പോയി ജനങ്ങളായിട്ട് വർത്താനം പറയലെന്നെ ഇബാദത്തല്ലാണ്. അപ്പം ജനങ്ങളായിട്ടുള്ള വർത്താനം എന്താണെന്ന് ചിന്തിക്കണില്ല. ചിലപ്പോൾ മറ്റവൻ്റെ ഇബത്ത് അല്ലെങ്കിൽ സുന്നികളെ അവിടെ വിമർശിക്കാൻ ഇതൊക്കെ ഇബാദത്തായിട്ട് അവർ കൂട്ടുക. അപ്പോൾ ഞാനീ പറഞ്ഞു തന്നതേ ഇത്ര ഉള്ളൂ. ഇറ്റാണൊക്കെ കഥ. നമ്മളെന്ത് ചെയ്തു, ഒരു അദ്ദാദ് റാത്തീബ് ഉണ്ടാക്കി. എന്താണ്? ഓരോ സമയത്ത് ചെല്ലണം, അതിൻ്റെ ഫളായിലും ഇതൊക്കെ ഹദീസുകളിൽ നിന്നുള്ള പ്രാർത്ഥനകളും ദുആകളും ഒക്കെ പാടെ ഒരുമിച്ച് കൂട്ടി ഒരു സമയത്ത് നമ്മളെന്താക്കി, ഈ അബ്ദുല്ല ഇബ്നുൽ ഹദ്ദാദ് എന്നാണ് പതിവാക്കണത്. അങ്ങനെ ഒരു ഹദ്ദാദ് ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്ത് അത് നമ്മൾ പള്ളിയിൽ നിന്ന് ചെല്ലിയാൽ അത് ബിദഅത്ത്. കാരണം നബിയും സഹാബത്തും ചെയ്തില്ല. നബിയും സഹാബത്തും ചെയ്ത ഹദീസുകളിൽ വന്ന വാരിദായ ദുആകൾ നമ്മളൊരു സമയത്ത് ഒരു സ്ഥലത്ത് ഇരുന്ന് ചെല്ലിയാൽ അത് ബിദഅത്ത്. പിന്നെ ഇവർക്കിവിടെ ചെല്ലാൻ സമയം നമ്മളിങ്ങനെ നടന്ന് നമ്മൾ കൈക്കോട്ടെത്തുമ്പോൾ സ്ഥലത്തില്ല, നബിയും സഹാബത്തും ചെയ്തണോ? ഇങ്ങനെ ഓരോന്ന് ചോദിച്ചിട്ട് എന്തൊക്കെ നന്മകൾ ഇവിടെ മുടക്കുന്നു, അതൊക്കെ ഇവർ ചെയ്യണത്. എന്നപോലെ മരിച്ച വീട്ടിൽ നിന്ന് നമ്മൾ ഖുർആൻ ഓതിയാൽ ആ ഖുർആൻ ഓതുന്ന വീട്ടിൽ അള്ളാഹിൻ്റെ റഹ്മത്തിൻ്റെ മലക്കിറങ്ങുന്ന റഹ്മത്തിൻ്റെ മലക്ക് പൊതിയും. നമ്മൾ ഖുർആനിൻ്റെ സദസ്സിൽ അതുപോലെ ഇൽമ പറയുന്ന സദസ്സിൽ ദിക്റിൻ്റെ സദസ്സിലൊക്കെ അതിനായിട്ട് പ്രത്യേകം മലക്കുകളുണ്ടെന്ന് റസൂലുള്ള പഠിപ്പിച്ച പ്രമാണബദ്ധമായ സംഗതികളാണ് ഇതൊക്കെ. ഇത് ചെല്ലിയാലപ്പോൾ ഇത് ബിദഅത്ത് പാടില്ല. മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ എന്നാണ് മൗനം പാലിക്കാൻ വേണ്ടിയതെന്ന്. ഒന്നും മുണ്ടാതെ അങ്ങനെ പോവുക. അവിടെ ദിക്ർ ചെല്ലിയാൽ തഹ്ലീൽ ചെല്ലിയാൽ അത് ബിദഅത്ത്. ഇനിയിപ്പോൾ ഈ മയ്യത്തിന് കിട്ടുമല്ലോ എന്നുള്ളതല്ല, അത് ബിദഅത്ത്. ഈ ചെല്ലണ ആൾക്കും കിട്ടില്ല. അപ്പോൾ അവരോ അതെ നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇങ്ങനെ ചെല്ലി മയ്യത്ത് കൊണ്ടുവന്ന് വെച്ച് പള്ളി കൊണ്ടുവന്ന് വെച്ച് ഒരാളെന്താണ് ഏതാനും സമയമുണ്ടല്ലോ കാത്തിക്കണ നേരത്തെ നമ്മൾ ദിക്റില്ല ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വെച്ച്. എന്നാൽ ഇത് പ്രമാണബദ്ധമാണോ? ആണ്. എന്താ റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ നാവിനെ നിങ്ങൾ ദിക്റ് കൊണ്ട് പച്ചയാക്കണം. എപ്പോഴും തഹ്ലീലും ദിക്റും തഹ്ലീലും ഖുർആനോത്തും ഒക്കെ ആയിട്ട് നിങ്ങൾ നാവിനെ പച്ചയാക്കണമെന്ന് റസൂലുള്ള പറഞ്ഞ സഹിഹ ഹദീസിലുള്ളതാണ്. അപ്പോൾ ഇതെന്താണ്, നമ്മൾ കൂട്ടി ചെല്ലിയാലത് ബിദഅത്തായി. ഓരോരുത്തരോടാണ് പറഞ്ഞതെന്ന് അങ്ങനെ ഉണ്ടോ? അപ്പോൾ ഇത്രയും ഞാൻ പറഞ്ഞത് ഇത് നിങ്ങളുടെ ഉള്ളിലേക്ക് കയറട്ടെ, നിങ്ങളെ മണ്ടൻ്റെ ഉള്ളിലേക്ക് കയറട്ടെ. അങ്ങോട്ടും ഇങ്ങോട്ടും ബൈനെ നിൽക്കണ എന്നെപ്പോലുള്ള നമ്മളെ സാധാരണക്കാരായ ചെറുപ്പക്കാരുണ്ട്, ഓല് മനസ്സിലാക്കാൻ വേണ്ടി ഇത് പറയുന്നത്. ഇത് എല്ലാവരിലേക്കും എത്തിക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരിൽ എല്ലാവരിലേക്കും എത്തിക്കുക. നമ്മൾ പഠിച്ചതിൽ നിന്ന് പ്രമാണബദ്ധമായി പഠിച്ചതിൽ നിന്നാണ് ഇതൊക്കെ പറയുന്നത്. ഇതിനിങ്ങോട്ട് തെളിവെന്ന് ചോദിച്ചാൽ ഈ പ്രമാണമായിട്ട് ഇന്ന കിതാബിൽ നിന്ന് ഞാൻ തെളിവ് സഹിതം ഞാനെടുത്ത് പറഞ്ഞാൽ അതിൻ്റെ ഗ്രന്ഥങ്ങളൊക്കെ എൻ്റെ അടുത്ത് ഉണ്ടാകും. ഇപ്പോൾ ഞാൻ പറയുന്നത് ഇവരെ ഈ സുന്നത്തിൽ നിന്നും ഇസ്ലാമിൽ നിന്നും ഈ തെറ്റിദ്ധരിപ്പിച്ച് അകറ്റുന്നൊരു രൂപാപ്പി പറഞ്ഞത്. നിങ്ങളെ നാവിനെ ദിക്റുകൾ കൊണ്ട് പച്ചയാക്കുക എന്ന് പറഞ്ഞിട്ട് എപ്പോഴും ദിക്റല്ലാനാ പറഞ്ഞത്. നമ്മളെ വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ എന്നാണ് പറഞ്ഞത്. ജിന്നിനെയും മനുഷ്യനെയും എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രമാണ് പഠിച്ചത് എന്ന്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറയുന്നത്. എന്താ പറയുക, നമ്മൾ ആലിമികളും പണ്ഡിതന്മാരൊക്കെ പറയണത് നമ്മൾ ചെയ്യണ ഓരോ പ്രവൃത്തിയും നിയ്യത്ത് കൊണ്ട് ഇബാദത്താക്കി തീർക്കണമെന്ന്.
നമ്മൾ കൈക്കോട്ടെത്താൻ പോവുകയാണെങ്കിൽ കൈക്കോട്ടെത്തുമ്പം എന്ത് ചെയ്യുക, നമ്മൾ വിചാരിക്കണം എൻ്റെ ഭാര്യ മക്കളെ നോക്കൽ എൻ്റെ മേലിൽ ബാധ്യതയാണ്, ആ ബാധ്യത നിറവേറ്റാൻ വേണ്ടിയാണ് ഞാൻ പോകുന്നത് എന്ന നിയത്തോട് കൂടെ ആയാലും നമ്മൾ ഓരോ ചവിട്ടടിക്കും പ്രതിഫലമുണ്ട് ഇമാമികൾ രേഖപ്പെടുത്തി വെച്ച് എന്നതുപോലെ നമ്മൾ കൈക്കോട്ടെത്തുമ്പം എന്ത് ചെയ്യുക, സലാത്ത് അങ്ങനെ ചെല്ലുക സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് നബിയും സാബത്തും പഠിപ്പിച്ചോ? ഇങ്ങനെ നബി കൈക്കോട്ടെത്തുമ്പോൾ സലാത്തല്ലി ഇനിയൊന്നും നമ്മൾ ചോദിക്കാൻ പാടില്ല. കാരണം എന്താ, നിൻ്റെ ജീവിതത്തിൽ അത്യാവശ്യ സമയം കഴിച്ച് മുഴുവനും നീ എന്താ ചെയ്യുക, സലാത്തിന് വിനിയോഗിക്കലാണ് ഖൈറെന്ന് റസൂൽ പറഞ്ഞതോടുകൂടി നമുക്ക് എപ്പോഴും സലാത്തല്ല. അതിന് വേറെ പല വഹാബികളെ ഓല സംഭവമൊന്നും വേണ്ട. അതിന് നമുക്ക് ഇവിടെ എന്ത് ചെയ്യുക, എപ്പോൾ സലാത്ത് ചെല്ലണം, എങ്ങനെ ചെല്ലണം എന്നതുപോലെ മൗലൂദ് ദിക്റുകൾ ഇതൊക്കെ ചെല്ലാൻ ഇതിനൊക്കെ ഒരു അടിസ്ഥാനമുണ്ട്. ഇതനുസരിച്ചാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത് എന്ന് ഓരോരുത്തരും മനസ്സിലാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ലക്ഷ്യസഹിതം ഇനിയും ഞാൻ നിങ്ങളിലേക്ക് വരും എന്ന് പറഞ്ഞുകൊണ്ട് ഇത് വീഡിയോ ദീർഘിച്ചു പോയതുകൊണ്ട് നമ്മളെ ഇതിൻ്റെ സംവിധാനം വളരെ ചുരുങ്ങിയതായതുകൊണ്ടും ഞാനെന്താണ് നിർത്തുകയാണ്. അപ്പോൾ ഇവരെ പോലുള്ള ഈ നോളകൾ നമ്മളോട് സുന്നികൾ ചെയ്യുന്ന മുഴുവനും അടിസ്ഥാനപരമായിട്ടുള്ളതാണ്. അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്, മൻ അഅറദ അൻ ദിക്രി ഫഇന്നലഹു മഈശത്തൻ ദൻക വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമ റബ്ബി ലിമ ഹശർതനി അഅമ ഫഖദ് കുന്തു ബസീറ എന്നൊക്കെ പറഞ്ഞിട്ട് ദീർഘിച്ച ആയത്താണ്. മൻ അഅറദ അൻ ദിക്രി, ആരെങ്കിലും എൻ്റെ ദിക്റിനെ തൊട്ട് തിരിഞ്ഞു കളഞ്ഞാൽ, മൻ അഅറദ അൻ ദിക്രി ഫഇന്നലഹു മഈശത്തൻ ദൻക, അവന് കുടുസായ ജീവിതം കൊടുക്കുന്ന, വളരെ ഇടുങ്ങിയ ജീവിതം, അവന് ബർക്കത്തില്ല, ജീവിതത്തിൽ ബർക്കത്തില്ല, എല്ലാം തൊട്ടടുത്തൊക്കെ എന്താണ് അവന് വിഷമങ്ങൾ, ഇങ്ങനെ കുടിസ് കൊടുക്കുന്ന അതിൻ്റെ വ്യാഖ്യാനങ്ങൾ തഫ്സീർ മുഖേന പറയേണ്ടതാണത്. അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യുന്നതിന് മുഴുവനും അടിസ്ഥാനം ഉണ്ടെന്ന് പറയാൻ വേണ്ടി അങ്ങനെ ഒരു ആയത്തുണ്ട്. എന്നതുപോലെ തന്നെ ഹദീസുകളുണ്ട്. ഇതിങ്ങനെ അടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്യണതൊക്കെ നാവിനെ ദിക്ർ കൊണ്ട് പച്ചയാക്കണം. അള്ളി മലക്കും സലാത്തിലും ഉണ്ടാവുകൊണ്ട് നിങ്ങൾ സലാത്തില്ലണം, മദ്ഹ് പറയണം, നബിൻ്റെ മദ്ഹ് പറയണം. ഏറ്റവും ശ്രേഷ്ഠമായ നബി നമുക്ക് ചെയ്ത, അള്ളാഹ് ഏറ്റവും ചെയ്ത ഫാമ്മ ബി നിഅമത്തി റബ്ബിക ഫഹദ്ദിസ് എന്ന് പറഞ്ഞാൽ അള്ളാഹ് ചെയ്ത അനുഗ്രഹങ്ങൾ എടുത്ത് പറയണം. അപ്പം നമുക്ക് ഏറ്റവും വലിയ അനുഗ്രഹം റസൂലുള്ളാഹി പറഞ്ഞാണ് ആ നബിൻ്റെ പിറവി, നബി ചെയ്ത അനുഗ്രഹങ്ങൾ എടുത്ത് പറയാൻ അവിടെ മുസ്ലിമീങ്ങൾ സുന്നികൾ ഇവിടെ തയ്യാറാകണത്. അല്ലാതെ ഈ മരപ്പട്ടന്മാർ പല സംഘടന വളർത്താനും സലഫി ഫെസ്റ്റ് ഉണ്ടാക്കാനും അങ്ങോട്ടും ഈ തർക്കിക്കാനും ഇതിനൊക്കെ ഇവിടെ ഇവർ ഖുർആനും സുന്നത്തും നോക്കിയിട്ടാണ് ഇവരുണ്ടാക്കുന്ന സമ്മേളനങ്ങൾ, ഇവരെ മദ്രസകൾ, ഇവർ ഉയർത്തുന്ന കൊടികൾ, ഇവരെ സലഫി ഫെസ്റ്റ്, ഇവരെ പിലാത്തറമ്പുണ്ടാക്കിയ സമ്മേളനം, തൊട്ടിയിൽ കെട്ടിയാണ്ട് ആളെ കൂട്ടാൻ അവിടെ നടന്ന പേക്കുത്തുകൾ, ഇതിനൊക്കെ ഇവിടെ ദീനിലെ ഇവിടെ തെളിവ്. ഇവർക്ക് എന്തും ചെയ്യുക, സുന്നികളോട് ചെയ്യണത്. അന്ന് അവിടെ പോണ സമയത്ത് എന്ത് ചെയ്തില്ലേ, ബ്ലോക്ക് ഉണ്ടായില്ലേ, വണ്ടി തടഞ്ഞില്ലേ, വണ്ടികൾ ബ്ലോക്ക് ഉണ്ടായില്ലേ, പോലീസ് നിയന്ത്രിക്കല്ലേനോ. അപ്പോൾ നബിദിനയോഗത്തിനായാലും ബ്ലോക്കായാലിത് ഒരല്പസമയം, കുറച്ച് സമയം അവിടെ എന്താണ് ഈ നമ്മൾ നിന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയും വണ്ടിക്ക് സൈഡ് എടുത്ത് ഏത് സംഗതിയുടെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ഇവിടെ ബ്ലോക്ക് ഉണ്ടെന്നാണ്, മയ്യത്ത് കൊണ്ടാണ്ട് അറിയാൻ പറ്റുമോ? കല്യാണത്തിന് പോവുകയാണ്, കല്യാണം ഒരു നല്ല കാര്യമാണല്ലോ. അപ്പോൾ എന്താണ് കല്യാണത്തിന് ഇപ്പോൾ ഓഡിറ്റോറിയത്തിൽ നന്നായിട്ട് ബ്ലോക്ക് ആകുമ്പോൾ അതിലെന്താണ് വണ്ടി ബ്ലോക്ക് ആകുമ്പോൾ കല്യാണം എത്താൻ പറ്റില്ല പറയാൻ പറ്റുമോ? അപ്പം നല്ല കാര്യങ്ങൾ നല്ലതായിട്ട് ചിന്തിച്ചിട്ട് അതിലുള്ള മോശങ്ങളൊക്കെ എന്താണ് നമ്മൾ ഒഴിവാക്കുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് ഈ ബാലപാഠമെങ്കിലും അറിയണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. അള്ളാഹ് നമുക്കൊക്കെ ഹിദായത്ത് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.